ഇപ്പോൾ താങ്കൾ രാമജന്മഭൂമി പ്രസ്ഥാനം കേൾക്കുമ്പോഴത്തേക്ക് മാധ്യമത്തിന്റെ ഒരു പ്രത്യേക താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടം പൊളിക്കുന്നതിന്റെ തലേന്ന് വരെ പത്രങ്ങളിലും മീഡിയയിലും എല്ലാത്തിലും നിറഞ്ഞു നിന്നിരുന്നത് തർക്കഭൂമി എന്നായിരുന്നു. പൊളിച്ചിട്ടതിൻ്റെ അതിപ്പോൾ താങ്കൾ കല്ലിളക്കിയ സമയം തൊട്ട് അത് തർക്കഭൂമി എന്ന് മാറ്റിയിട്ട് അതിനെ മസ്ജിദ് ആക്കിയത് നമ്മളാണ്. അതുവരെ ഇത് മസ്ജിദ് എന്ന് ആരും ക്ലെയിം ചെയ്തിട്ടില്ല. അതുവരെ അത് തർക്കഭൂമിയായിരുന്നു. ഈ കല്ലിളക്കിയത് തൊട്ട് ഇത് തർക്കഭൂമി, അത് മസ്ജിദായി. ഇതിനെ പറ്റിയിട്ട് മാധ്യമങ്ങളുടെ വൺ സൈഡ്നെസ്സിനെ പറ്റിയിട്ട് താങ്കൾ അല്ലാതെ എന്താണെന്നറിയോ, കേരളത്തിലെ മാധ്യമങ്ങള് സത്യസന്ധമായിട്ട് പറഞ്ഞ മാധ്യമ പ്രവർത്തനമേ അല്ല അവരുടേത്. അവര് ഇപ്പൊ കേരളത്തിലുള്ള നല്ലൊരു ശതമാനം മാധ്യമങ്ങളുടേതും പ്രവർത്തകര് ഈ ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവരുടെ ഡിവൈഎഫ്ഐയുടെ കോളേജിലെ പ്രവർത്തനത്തിന്റെ ബാക്കിയായിട്ടാണ് അവരവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള മിക്കവാറും മാധ്യമ പ്രവർത്തകർക്ക് ഒരു അലർജിയാണ്. ആ ഹിന്ദുവിൽ നിന്ന് BJP ഒരു അലർജിയായിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി മോദി എന്നുള്ള ആ ഒരു പോസ്റ്റിനെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു ധർമ്മം എന്താണോ സത്യം പറയുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ. അത് കേരളത്തിൽ നടക്കുന്നില്ല. അവരെല്ലാം പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് ആണ് എന്നാണ്. അതെ, പ്രോ ലെഫ്റ്റ്. കേരളത്തിലുള്ള രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്വന്തം മാധ്യമമാണ് ഏറ്റവും വലിയ പ്രോ ലെഫ്റ്റും പ്രോ ഇസ്ലാമിക്കുമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാധ്യമം പോലും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മാധ്യമ രംഗം ഘടന മാറിക്കഴിഞ്ഞു. ആ ഘടനയൊന്നും പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. കേരളത്തിലുള്ള കേരളീയ സമൂഹത്തിന്റെ നല്ലൊരു ശതമാനവും പാർട്ടി ഏതായാലും മെന്റാലിറ്റി കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള ഒരു ഇതുണ്ട്. മൈൻഡ് സെറ്റ് കമ്മ്യൂണിസ്റ്റിന്റെയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഏകദേശം മുഴുവനും ആന്റി എന്ന് പറയും, പ്രോ ഇസ്ലാമിക് ആൻഡ് പ്രോ ലെഫ്റ്റ് ആണ്. അതാണ് അതിന്റെ അതിലെ ഒരു ഫാക്ട്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ഈവൻ നമ്മുടെ അങ്ങ് ഒരു കാര്യം, നമ്മുടെ ജനം TV എടുത്തു നോക്കിക്കോ. ജനം ടിവിയിൽ പോലും അവിടുത്തെ മാധ്യമ പ്രവർത്തകർ അവരെല്ലാം ചെയ്യുന്നതും മറ്റേ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ദേശാഭിമാനി എന്നൊക്കെ വന്നാണ്. മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റ് ആണ്. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം മൈൻഡ് സെറ്റ്. ജോൺ ബ്രിട്ടാസ് ആണ്. എല്ലാം